വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെൽനോസ് പാട്ടനെ കുറിച്ചാണ്. ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ധന്യ രാജേഷ് നടത്തിയിട്ടുള്ള പണം ഇരട്ടിപ്പ് തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്രിപ്റ്റോ കറൻസി പോലുള്ള ഒരു കമ്പനിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ പണം ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ പണം നഷ്ടപ്പെട്ടു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ ഹെൽനോസ് പാട്ട പെട്ടെന്ന് തന്നെ ഒരു അപ്പോളജി വീഡിയോ ആയോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് അങ്ങോട്ട് കൈ ഒഴുകിയാണ് ഉണ്ടായത്. അപ്പം പണവും വാങ്ങിച്ച് ഇത്തരത്തിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അയ്യോ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നാണോ ധന്യയുടെ വിചാരം? അവരുടെ എമൗണ്ട് മൊത്തം നഷ്ടപ്പെട്ടതിന് ശേഷം അയ്യോ സോറി എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ധന്യ 1 മില്യൺ ഫോളോവർ ഉള്ള ഒരാളാണ് ധന്യ രാജേഷ് അല്ലെ. അപ്പൊ ഇവരുടെ ഈ പേജിലൂടെയാണ് ഇവർ ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ അവർക്ക് പൈസ ഇരട്ടിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ പണം മൊത്തം നഷ്ടപ്പെട്ടതിന് ശേഷം വന്നിട്ട് അയ്യോ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിയുന്ന ധന്യ വിചാരിക്കരുത്. കാരണം സോഷ്യൽ മീഡിയയിൽ വാദോരാതെ സംസാരിക്കുന്ന പല സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള പല തട്ടിപ്പിനെ കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണ് ധന്യ രാജേഷ്. അപ്പൊ ധന്യ രാജേഷിന് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇവരുടെ ഡൂഡായിട്ടുള്ള ഇവരുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞിരിക്കുന്നത് ഇവർ ഇതിനു മുന്നേയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. ഡബ്ലിംഗ്, ഗാംബ്ലിംഗ് അല്ലെങ്കിൽ കളർ ട്രേഡിംഗ് ഒക്കെ പറഞ്ഞ സാധനം എടുത്തിട്ട് ഒരാളുടെ പൈസ പോയിട്ട് ഞാൻ അവസാനം അത് അയച്ചു കൊടുത്തു ആ ലേഡിക്ക്. ഓക്കെ, അപ്പൊ ആ ടൈമിൽ ആ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹെലൻ എന്നുള്ള എന്റെ ഫ്രണ്ട് എന്നുള്ള ആരെന്ത് ചെയ്താലും ഞാൻ പറയുന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയാൻ റെഡിയാണ്. പക്ഷെ ഞാൻ ഹെലൻ ഈ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഞാൻ കുറെ പേരുടെ പ്രൊഫൈൽസ് ഒന്നും ലൈക്ക് നമ്മൾ ശ്രദ്ധയിൽ പെടാറില്ല. അതാണ് വിഷയം ഉണ്ടായത്. മനസ്സിലായ? കണ്ടു കഴിഞ്ഞാൽ ഞാനത് പേഴ്സണലി ഡൂഡിനോടും പറയും, അതൊരു എക്സ്ട്രീം വിട്ടുപോയാൽ ഞാനത് കണ്ടെന്നും എന്ന് പറയും. മനസ്സിലായില്ലേ? അത് ഹെലന് മനസ്സിലാവും, ഡൂഡിന് മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ സംഗതി JBI TV ഇട്ട പെർട്ടിക്കുലർ വീഡിയോ ഞാൻ കണ്ടു. ഇപ്പോൾ ഹെലൻ ഓഫ് പിച്ചപ്പാട്ട സ്കാം, ബ്യൂട്ടിഫുൾ ഹലോ തട്ടിപ്പുകൾ, നോട്ടിരട്ടിപ്പുകാരി ഉടായ്പ് ഹെലൻ ഓഫ് സ്പാട്ട ധന്യ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ഡൂഡ് പണ്ട് മുതൽ ഇങ്ങനെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സാധാരണ ചെയ്യാറ് ഡൂഡിനെതിരെ വരുന്ന കമന്റുകൾ എടുത്തിട്ട് വറുത്ത് അല്ലെങ്കിൽ ഡൂഡിനെതിരെ വരുന്ന സൈബർ ബുള്ളിങ്ങിന് തിരിച്ച് റിയാക്ട് ചെയ്യുന്നതും ഇപ്പൊ യൂട്യൂബിൽ കുറെ ആയിട്ട് സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ഡൂഡിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഡൂഡ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഈ ഒരു ട്രേഡിങ്ങിന്റെ സാധനം ബേസിക്കലി ഞാൻ ഡൂഡിനെ അറിയുന്നതുകൊണ്ട് പറയാം, ഡൂഡിന് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ആണ്. ഡൂഡിന് എല്ലാം ട്രേഡിംഗ് ആണ്. ഓക്കെ, ആൻഡ് ഡൂഡിന് അറിയാം കുറെ ഉടായ്പകൾ ഉണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ഉടായ്പ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ കണ്ടിട്ട് ഡൂഡ് എന്ത് ചെയ്യും, ഈ സാധനം എടുത്തിട്ടതിന് ശേഷം അവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉടായ്പാണെന്ന് പറഞ്ഞ സ്റ്റോറി എടുത്തിട്ട് ആരും പൈസ അയക്കരുത് എന്ന് പറയും. അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഡൂഡ് ഒരു ലൈക്ക് കുറച്ച് മുമ്പ്. ഓക്കെ, റീസെന്റ് ഞാൻ ശ്രദ്ധിച്ചില്ല, കുറച്ച് മുമ്പ് ഡൂഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ഇവർ എന്തുവല്ല തട്ടിപ്പുകാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് പണം വാങ്ങി ഇവർക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്തു കൊടുക്കും. അതായത് ഇത്തരം കമ്പനികളൊക്കെ നോർത്തിലുള്ള ആളുകളാണല്ലോ, അപ്പം അവർക്ക് വേണ്ടി അവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങി ഇവർ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവർക്ക് മലയാളം അറിയാത്തത് കൊണ്ട് മലയാളത്തിൽ ഇവർ സ്റ്റോറി ഇടും, ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് എത്തിക്സ് ആണ് ഇവർ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി കാണിക്കുന്നത്? ഇത്തരം പ്രവൃത്തി ചെയ്തിട്ടാണ് വാദോരാതെ നാട്ടിലുള്ള മറ്റുള്ളവരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്നത്. ഓരോരുത്തരും അവർ കയ്യിലുള്ള ആകെയുള്ള ഒരു എമൗണ്ട് ഇത് ഇരട്ടിച്ച് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്നുള്ള ആകെയുള്ള ഒരു പ്രതീക്ഷയായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവസാനത്തെ പ്രതീക്ഷയായിട്ടായിരിക്കും അവരൊക്കെ ഈ ഒരു കാര്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ മൊത്തം പണം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് തന്നെ ശ്രമിക്കണം. അതുമാത്രമല്ല സായിന്റെ ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് സീക്രട്ട് ആയിട്ട് ഒളിപ്പിച്ച് വെക്കുകയും വേറെ ആരെങ്കിലും ഒരു കുഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പൊക്കി പിടിച്ച് വരികയും ചെയ്യും. എന്തൊരു അന്തസ്സുള്ള സ്വഭാവമാണ് സായി, നാണയല്ലേ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് എല്ലാവരും ധന്യനെ വെളുപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെടുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പല വീഡിയോസും കണ്ടപ്പോഴത്തേക്കും ഇവിടെ അപ്പോളജി പറഞ്ഞത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ്, ഭയങ്കര ഒരു അടിപൊളി ക്വാളിറ്റിയാണ് ധന്യയുടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെളുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഇത്രയും ആളുകളുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടതിന് ശേഷം വന്നിട്ട് അയ്യോ സോറി എന്ന് പറഞ്ഞിട്ടൊരു അപ്പോളജി വീഡിയോ ഇട്ടതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഇവള് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അത്രയും ആളുകൾ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ട് പലരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം.
സോ ഇവൾ ഇട്ടിരിക്കുന്ന അപ്പോളജി വീഡിയോ യൂട്യൂബിലാണ് ഇട്ടിരിക്കുന്നത്. യൂട്യൂബ് ഷോർട്സിലാണ് ഇവൾ അപ്പോളജി വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഷോർട്സിന് യൂട്യൂബിൽ നമുക്ക് അത്ര വലിയ വ്യൂസ് ഒന്നും കിട്ടില്ല. അപ്പൊ അധികം ആൾക്കാരൊന്നും ഇത് കണ്ടിട്ടുണ്ടാവുകയില്ല. ഇവൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആളാണെങ്കിൽ ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇംഗ്ലീഷിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഇടണമായിരുന്നു. ഇവൾ അപ്പോളജി വീഡിയോ ഇട്ടിരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പൊ ഇവൾ ഇംഗ്ലീഷ് തന്നെ അപ്പോളജി വീഡിയോ എടുത്തിട്ട് ഇവളുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അത് ഷെയർ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും അറിയുമായിരുന്നു ഇതൊരു തട്ടിപ്പാണെന്നുള്ളത്. സോ അത്രയും ക്വാളിറ്റി ഉള്ള ഒരാൾ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഇവളുടെ ഒരു എപ്പോഴും ചെയ്യുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ്. പൈസ വാങ്ങി ഇവള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും. അതിനുശേഷം മലയാളത്തിൽ വന്നിട്ട് ഇതുപോലുള്ള സ്റ്റോറി ഇട്ടിട്ട് അയ്യോ ഇത് അത്ര നല്ലതല്ല അല്ലെങ്കിൽ പൊട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സ്റ്റോറി ഇടുക എന്നുള്ളത് ഇവരുടെ ഒരു പരിപാടിയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് ഇതെന്തായാലും അവരുടെ ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചെയ്തൊരു വീഡിയോ ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് വല്ലൊരു ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സായും കുറച്ച് യൂട്യൂബേഴ്സും തന്നെ വെളുപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ട്. തന്നെ ഒരു സോറി പറഞ്ഞത് ഭയങ്കര അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞ് എടുത്തു പൊക്കി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്തരം കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളും ഒരു സോറി പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ എല്ലാവരും പുണ്യാളന്മാരായി മാറുന്നതാണ് ഇനി മുതൽ. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകണ്ട. ഒരു സോറി എപ്പോഴും ഇതുപോലുള്ളത് പ്രൊമോട്ട് ചെയ്തതിന് ശേഷം ഒരു സോറി വീഡിയോ എടുത്തിട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആർക്കും വേറെ മോശമായിട്ടുള്ള കമന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇനി വരില്ല. നിങ്ങളെ എടുത്ത് പൊക്കി വെക്കാനായിട്ട് ആൾക്കാരുണ്ടാവും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പൊട്ടന്മാരാണല്ലോ, അതുകൊണ്ട് പിന്നെ അതും പേടിക്കാനില്ല. ഒരു മാപ്പ് വീഡിയോ അങ്ങ് എടുത്തിട്ടാൽ മാത്രം മതി. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ആൾക്കാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലുള്ള ആൾക്കാരും അവരെ തെറി വിളിക്കുക എന്ന് പറയുന്നത് എന്തൊരു അഹങ്കാരമാണ് ഈ കുട്ടിക്ക്. അപ്പൊ ആരെങ്കിലും അവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സമ്മതിക്കാനായിട്ട് പഠിക്കുക, അല്ലാതെ അവരുടെ വീട്ടുകാരെ തെറി വിളിക്കുകയല്ല വേണ്ടത്. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നല്ലേ. അപ്പൊ ഇത്രയും ബോൾഡ് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഹെൽനോസ് പാട്ടയ്ക്ക് ഇത്തരത്തിലുള്ള അബദ്ധം പറ്റുക അല്ലെങ്കിൽ എനിക്ക് അറിവില്ലായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇപ്പൊ നമ്മളൊരു ട്രെയിനിൽ കയറുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് TTR വന്നിട്ട് ടിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് അയ്യോ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ തരാനുള്ള പെനാൽറ്റി എന്തായാലും നമുക്കത് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ ഹെൽനോസ് പാട്ട ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇതിനോട് അറിവില്ലായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണു അടച്ച് വിശ്വസിക്കാതെ അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.